കഴിഞ്ഞ ദിവസം നടന്ന AFC Under-23 യോഗ്യതാ മത്സരം 2-1 ഗോളിന് ഖത്തറിനോട് ഇന്ത്യ പൊരുതി തോറ്റിരിക്കുന്നു. സ്വന്തം ആരാധകരെ സാക്ഷിയാക്കി പന്ത് തട്ടാനിറങ്ങിയ ഖത്തറിനെ അക്ഷരാർത്ഥത്തിൽ വിറപ്പിച്ചാണ് ഇന്ത്യ പരാജയമേറ്റുവാങ്ങിയത്. 11 പേരുമായി കളിക്കാനിറങ്ങിയ ഖത്തർ മാത്രമായിരുന്നില്ല ഇന്ത്യയുടെ എതിരാളികൾ. റഫറിയുടെ സമീപനവും പലപ്പോഴും ഇന്ത്യൻ ടീമിന്റെ വിജയ സ്വപ്നങ്ങൾക്കുമേൽ വിലങ്ങുതടിയായി. ആദ്യ മത്സരത്തിൽ ഏകപക്ഷീയമായ 2 ഗോളിന് ബഹ്റൈനെ തോൽപ്പിച്ചതിന്റെ ആത്മവിശ്വാസത്തിലാണ് ഇന്ത്യ കളിക്കാനിറങ്ങിയത്. കളിയുടെ 18-ാം മിനിറ്റിൽ തന്നെ അൽ ഹാഷ്മി മൊഹാൽദീൻ 1 ഗോളിന് ഖത്തറിനെ മുന്നിലെത്തിച്ചു. ഗോൾ വീണിട്ടും വിട്ടുകൊടുക്കാൻ ഇന്ത്യ ഒരുക്കമായിരുന്നില്ല. നിരന്തരമായ ആക്രമണങ്ങളിലൂടെ അവർ ഖത്തറിന്റെ ഗോൾ മുഖം വിറപ്പിച്ചുകൊണ്ടേയിരുന്നു. കളിയുടെ 52-ാം മിനിറ്റിൽ ഇന്ത്യയുടെ സമനില ഗോളെത്തി. മലയാളി താരമായ മുഹമ്മദ് സനാന്റെ അസിസ്റ്റിൽ മറ്റൊരു മലയാളി താരം കൂടിയായ മുഹമ്മദ് സുഹൈലിന്റെ മനോഹരമായൊരു ഹെഡർ. തുടർച്ചയായ 2ാം കളിയിലും തന്റെ പേരിൽ ഗോൾ കുറിച്ച സുഹൈൽ കാൽപന്താസ്വാദകരുടെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടി. എന്നാൽ ഇന്ത്യയുടെ ആ ആശ്വാസ ഗോളിന് അധികം ആയുസ്സുണ്ടായിരുന്നില്ല. 66-ാം മിനിറ്റിൽ അനർഹമായൊരു പെനാൽറ്റി റഫറി ഖത്തറിന് അനുകൂലമായി സമ്മാനിച്ചു. ഖത്തർ മുന്നേറ്റ താരം നൗറൽദീൻ ഇബ്രാഹിമിനെ ഇന്ത്യൻ ഡിഫൻഡർ പ്രാംവീർ വീഴ്ത്തി എന്നാണ് റഫറിയുടെ വാദം. എന്നാൽ കണ്ണുകൊണ്ട് കളി കണ്ട ഏതൊരാൾക്കും അത്തരമൊരു വാദമുണ്ടാവില്ല. ഫൗൾ ചെയ്യപ്പെടാതെ ഡൈവ് ചെയ്ത നൗറൽദീന് യെല്ലോ കാർഡ് നൽകുന്നതിന് പകരം പ്രാംവീറിന് റെഡ് കാർഡ് നൽകി. കിട്ടിയ പെനാൽറ്റി ഖത്തർ ക്യാപ്റ്റൻ അൽ ഷർഷാനി മുതലെടുക്കുക തന്നെ ചെയ്തു. 2ാം ഗോൾ വീണിട്ടും 10 പേരായി ചുരുങ്ങിയിട്ടും ഇന്ത്യ ശക്തമായി തന്നെ നിലകൊണ്ടു. ഖത്തർ ആക്രമണങ്ങൾക്ക് പ്രതിരോധ കോട്ട കെട്ടിയും കളിയുടെ അവസാന സമയം വരെയും ഖത്തറിന്റെ ഗോൾമുഖത്ത് ഭീതി നിറച്ചും ഇന്ത്യൻ യുവരക്തങ്ങൾ നിറഞ്ഞു കളിച്ചു. ഒടുവിൽ റഫറി അടക്കം 12 പേരുമായി കളിച്ച ഖത്തറിന് മുന്നിൽ ആത്മാഭിമാനത്തോടെ അടിയറവ് പറഞ്ഞു. വെൽ ഡൺ ഇന്ത്യ, നിങ്ങൾ നന്നായി കളിച്ചു. എന്നാൽ അതിനേക്കാൾ മനോഹരമായി റഫറി നിങ്ങളെ തോൽപ്പിച്ചിരിക്കുന്നു.